ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. അപ്പോൾ നമ്മൾ കുറച്ചായി കണ്ടിട്ട് അല്ലേ, കുറച്ച് ഗ്യാപ്പ് വന്നു. ആ ഗ്യാപ്പ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും സമയം വെയിറ്റ് ചെയ്തത്, ഇത്രയും സമയം ഇത്രയും നാളും വീഡിയോ ചെയ്യാതിരുന്നതെന്നൊക്കെ ഉള്ളത് കുറച്ച് പേർക്കെങ്കിലും അറിയാം അല്ലേ. നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് അത്രയും പോർഷൻസ് നിങ്ങൾ ബാക്കിലാവണ്ട, വേഗം കംപ്ലീറ്റ് ചെയ്യണം എന്ന് ഓർത്തിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്തതിന് റിസൾട്ട് ഉണ്ടായി. 2-3 കുട്ടികൾ അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുവരെയുള്ളത് അവർ കംപ്ലീറ്റ് ചെയ്തു. വളരെ സന്തോഷം. അവരെ തന്നെ അറിയിക്കുകയും ചെയ്തു. അപ്പൊ എത്രയും പെട്ടെന്ന് എന്തായാലും നിങ്ങൾക്ക് ഇത്രയും ദിവസം കൊണ്ട് 2-3-4 ദിവസം കൊണ്ട് എന്തായാലും ഒരുവിധം ഫ്രണ്ടിൽ നിങ്ങൾ എത്തിക്കാണും അല്ലേ. കുറച്ചധികം പോർഷൻസ് നിങ്ങൾ കവർ ചെയ്ത് കാണും. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് കാണാതെ പഠിക്കുക എന്നുള്ളതല്ല, നമ്മൾ ഓരോ വീഡിയോസും കണ്ട് അതിന്റെ നോട്ട്സ് ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ച് റെഡിയാക്കുക. അപ്പൊ ഏത് സമയം നമുക്ക് ഒരു ഡൗട്ട് വരുമ്പോഴും ചെക്ക് ചെയ്യാൻ പാകത്തിന് നമ്മുടെ കയ്യിലൊരു നോട്ട് വേണം. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് നമ്മൾ ക്ലാസ് ഇടാതിരുന്നു കഴിഞ്ഞാൽ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ എവിടെയാണ് അവസാനിപ്പിച്ചത്? കോസ്റ്റിംഗില് ലെവൽസ് ആണ്, സ്റ്റോക്ക് ലെവൽസ് ആണ് നമ്മൾ അവസാനിപ്പിച്ചത് അല്ലേ. നമ്മൾ എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഇൻവെന്ററി മാനേജ്മെന്റ് ടെക്നിക്സ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതില് ഇക്കണോമിക് ഓർഡറിങ് ക്വാണ്ടിറ്റി നമ്മൾ EOQ പഠിച്ചു. അതുപോലെ തന്നെ സ്റ്റോക്ക് ലെവൽസും നമ്മൾ പഠിച്ചു. ഓർമ്മയുണ്ടോ സ്റ്റോക്ക് ലെവൽസ് ഒക്കെ? അപ്പോ 2 കുട്ടികൾ സ്റ്റോക്ക് ലെവൽസിന്റെ ലാസ്റ്റ് ഞാൻ തന്ന പ്രോബ്ലംസ് അത് തന്നെ ചെയ്തു. അതിന്റെ ആൻസർ സഹിതം അവർ കമന്റ് ചെയ്തു. വളരെ വളരെ വലിയ ഒരു കാര്യമാണ്. അത്രമാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ ഓരോന്ന് ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെയൊക്കെ നമുക്ക് ആൻസർ കിട്ടി. നമ്മൾ ആ ആൻസർ എഴുതി ടൈപ്പ് ചെയ്ത് കമന്റ് ഒക്കെ ചെയ്യുന്നത് കേട്ടോ. വെരി ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. അപ്പൊ ഇന്ന് നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് വരാം. നമുക്ക് സ്റ്റോക്ക് ടേൺ ഓവർ അല്ലെങ്കിൽ ഇൻവെന്ററി ടേൺ ഓവർ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ പോകും സ്റ്റോക്ക് ടേൺ ഓവർ അല്ലെങ്കിൽ ഇൻവെന്ററി ടേൺ ഓവർ. ഇതൊരു മെറ്റീരിയൽ കൺട്രോൾ ടെക്നിക്കാണ്, ഇൻവെന്ററി മാനേജ്മെന്റ് ടെക്നിക്കാണ് ഈ സ്റ്റോക്ക് ടേൺ ഓവർ അല്ലെങ്കിൽ ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ സ്റ്റോക്ക് ടേൺ ഓവർ അല്ലെങ്കിൽ ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മെറ്റീരിയല് എത്ര പെട്ടെന്ന് അത് എടുത്തു തീർക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ എത്രമാത്രമാണ് അതെന്ത് ചെയ്യുന്നത്, ഇഷ്യൂ ചെയ്യുന്നത്. അതായത് സ്പീഡ്, എത്ര പെട്ടെന്നാണ് നമ്മൾ ആ ഒരു മെറ്റീരിയൽ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എത്ര പ്രാവശ്യമാണ് ആ മെറ്റീരിയലിന്റെ ആവശ്യം വന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതാണ് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത്. അതായത് മെറ്റീരിയലിന്റെ ഉപയോഗം, നമ്മൾ ഒരു പർട്ടിക്കുലർ മെറ്റീരിയൽ, ഫോർ എക്സാമ്പിൾ ഒരു A എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മൾ ഓവർ സ്റ്റോക്ക് ചെയ്യുകയും ചെയ്യുന്നില്ല, അണ്ടർ സ്റ്റോക്ക് ചെയ്യുകയും ചെയ്യുന്നില്ല. ഓവർ സ്റ്റോക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫണ്ട് അതിൽ ബ്ലോക്ക് ആയിരിക്കും. അണ്ടർ സ്റ്റോക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ പ്രൊഡക്ഷന് വേണ്ടി നമുക്ക് ആ മെറ്റീരിയൽ അവൈലബിൾ അല്ലാത്തൊരു സിറ്റുവേഷൻ വരും. അപ്പൊ നമ്മൾ ഈ A എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ, A പോലെ തന്നെ B, C, D എന്നൊക്കെ പറഞ്ഞ പല ടൈപ്പിലുള്ള മെറ്റീരിയൽസ് ഉണ്ടാവും. ഈ ഓരോന്നിന്റെയും സ്റ്റോക്ക് ടേൺ ഓവർ അല്ലെങ്കിൽ ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിന്റെ റേഷ്യോ, നമ്മൾ കണ്ടുപിടിക്കുന്ന ഈ റേഷ്യോ വളരെ ഹൈ ആണെങ്കിൽ അതിന്റെ അർത്ഥം ഈ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് നമ്മൾ കൺസ്യൂം ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ പ്രൊഡക്ഷന് വേണ്ടി ഈ മെറ്റീരിയൽ നമ്മൾ കൂടുതലായിട്ട് എടുക്കുന്നുണ്ട്. ഹൈ സ്പീഡിൽ ഇതിങ്ങനെ തീർന്നുകൊണ്ടേയിരിക്കുകയാണ്. പ്രൊഡക്ഷന് വേണ്ടി നമ്മൾ കൂടുതൽ എടുക്കുകയാണ്. ഇനി നമ്മൾ വേറൊരു B എന്ന് പറയുന്ന മെറ്റീരിയലിന്റെ ഒരു ഇൻവെന്ററി ടേൺ ഓവർ കണ്ടുപിടിച്ചപ്പോൾ ബിക്ക് ടേൺ ഓവർ റേഷ്യോ കുറവാന്ന് വിചാരിക്കുക. അപ്പൊ അതിന്റെ അർത്ഥം ബിയുടെ കൺസംഷൻ എന്താണ്? ബി പെട്ടെന്ന് ആവശ്യം വരുന്നില്ല അല്ലേ. അപ്പൊ ആ മെറ്റീരിയൽ ബിയുടെ കൺസംഷൻ എങ്ങനെയാണ്? കുറവാണ്. അപ്പോൾ എയും ബിയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തേണ്ടത് ഏതിലാണ്? എയിലാണ്. അതേസമയം നമ്മൾ ഇത് അറിയാതെ ബി വാങ്ങിച്ചു കൂട്ടിയെങ്കിലോ, അപ്പൊ ആ ഫണ്ട് അവിടെ എന്തായി കിടക്കും? ബ്ലോക്ക് ആയി കിടക്കും. കാരണം ബിക്ക് അത്ര ചെലവില്ല. അപ്പോ ഇതിൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ? അപ്പോൾ ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ അല്ലെങ്കിൽ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ മെയിൻ ആയിട്ട് കണ്ടുപിടിക്കുന്നത് ഓവർ അല്ലെങ്കിൽ അണ്ടർ സ്റ്റോക്കിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അതുവഴി നമുക്ക് മെറ്റീരിയൽ കോസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും? റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും.
അപ്പോ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ റേറ്റ് ഓഫ് സ്പീഡ് അറ്റ് വിച്ച് മെറ്റീരിയൽസ് ആർ കൺസ്യൂംഡ്. എത്രമാത്രം പെട്ടെന്നാണ് നമ്മൾ മെറ്റീരിയൽസ് കൺസ്യൂം ചെയ്യുന്നത്. അപ്പോൾ ഒരു പർട്ടിക്കുലർ മെറ്റീരിയലിന്റെ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കും? വാല്യൂ ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ്, അതായത് ആനുവൽ കൺസംഷൻ, വാല്യൂ ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് ഡിവൈഡഡ് ബൈ ആവറേജ് വാല്യൂ ഓഫ് മെറ്റീരിയൽ കെപ്റ്റ് ഡ്യൂറിങ് ദ പീരിയഡ്. അപ്പോൾ ആവറേജ് സ്റ്റോക്ക്, വാല്യൂ ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ്, ആനുവൽ കൺസംഷൻ ഡിവൈഡഡ് ബൈ എന്താണ് ആവറേജ് സ്റ്റോക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇതാണ് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോയുടെ ഫോർമുല. വാല്യൂ ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ്, എത്രമാത്രം മെറ്റീരിയൽ ആണ്, ആ മെറ്റീരിയൽ എത്രമാത്രം കൺസ്യൂം ചെയ്യുന്നുണ്ട്, വാല്യൂ ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് ഡിവൈഡഡ് ബൈ ആവറേജ് വാല്യൂ ഓഫ് മെറ്റീരിയൽ കെപ്റ്റ് ഡ്യൂറിങ് ദ പീരിയഡ്. അപ്പോൾ എത്രമാത്രം ആവറേജ് സ്റ്റോക്ക് ഉണ്ട് എന്നുള്ളത്, ഇതിന്റെ ഒരു റിലേഷൻ ആണ് ശരിക്കും എന്തെന്ന് പറയുന്നത്? സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത്. ഈ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ഡേയ്സിലും കാണാം, അതുപോലെ തന്നെ മന്ത്സിലും കാണാം. ഡേയ്സിൽ കാണുകയാണെങ്കിൽ നമ്മൾ റേഷ്യോ കാണുമല്ലോ. അപ്പോൾ നമ്മൾ അതിനെ എന്ത് ചെയ്യണം? ഒരു വർഷത്തിൽ എത്ര ദിവസമുണ്ടോ, ഡേയ്സ് ഡ്യൂറിങ് ദ ഇയർ ഡിവൈഡഡ് ബൈ നമ്മൾ കണ്ട റേഷ്യോ ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടും? ടേൺ ഓവർ ഇൻ ഡേയ്സിൽ കിട്ടും. ഇനി ടേൺ ഓവർ ഇൻ മന്ത്സിലാണെങ്കിലോ, ഒരു വർഷത്തില് 12 മാസം, 12 ഡിവൈഡഡ് ബൈ ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ ചെയ്ത് കഴിഞ്ഞാൽ മാസത്തില് ഉള്ള ഒരു എന്താ കിട്ടുന്നത്? റേഷ്യോ കിട്ടും. അപ്പൊ ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ എന്താന്ന് മനസ്സിലായോ? അപ്പൊ ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോയുടെ മെയിൻ ഉദ്ദേശം എന്താണ്? ഓവർ അല്ലെങ്കിൽ അണ്ടർ സ്റ്റോക്കിംഗ് ഒഴിവാക്കുക എന്നുള്ളതാണ്. ഒരു മെറ്റീരിയല് എത്രമാത്രം സ്പീഡിലാണ് കൺസ്യൂം ചെയ്യുന്നത്, ദ റേറ്റ് ഓഫ് സ്പീഡ് അറ്റ് വിച്ച് മെറ്റീരിയൽസ് ആർ കൺസ്യൂംഡ് എന്നുള്ളതാണ് ഇൻവെന്ററി ടേൺ ഓവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ എന്താ ഉദ്ദേശിക്കുന്നത്? ഹൈ ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റീരിയൽസ് ആർ കൺസ്യൂംഡ് റെഗുലർലി അറ്റ് ഹൈ സ്പീഡ്. എ ലോ ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റീരിയൽ കൺസംഷൻ ഈസ് ലോ, അല്ലേ? അപ്പോ നോട്ട് ഫ്രീക്വന്റ്ലി ഇഷ്യൂഡ് ഫ്രം ദ സ്റ്റോറിൽ നിന്ന് പെട്ടെന്ന് ഇഷ്യൂ ചെയ്യുവാണെങ്കിൽ ഹൈ ഇൻവെന്ററി റേഷ്യോ ആയിരിക്കും. അല്ലെങ്കിൽ ലോ ആന്ന് പറയാൻ അതിന്റെ അർത്ഥം നമുക്ക് അത്ര ആവശ്യം അങ്ങോട്ട് വരുന്നില്ല, അത്രയും നമ്മളുടെ ഉപയോഗം നടക്കുന്നില്ല എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമുക്കൊരു ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഇവിടെ പർട്ടിക്കുലേഴ്സ് മെറ്റീരിയൽ എയും മെറ്റീരിയൽ ബിയും കൊടുത്തിട്ടുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക്, പർച്ചേസ്. ഡിറ്റർമൈൻ ദ ഫാസ്റ്റ് മൂവിങ് മെറ്റീരിയൽ. ഇതിൽ എയുടെയും ബിയുടെയും ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന മെറ്റീരിയൽ, ഫാസ്റ്റ് മൂവിങ് മെറ്റീരിയൽ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഇതിന് ഡയറക്റ്റ് ആയിട്ട് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്? ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കുക, ഇവിടെ നമുക്ക് മെറ്റീരിയൽ എ മെറ്റീരിയൽ ബി ഇങ്ങനെ രണ്ടായിട്ട് ചെയ്തു. ഓപ്പണിംഗ് സ്റ്റോക്ക് നമുക്ക് ക്വസ്റ്റ്യനിൽ ഇവിടെ തന്നിട്ടുണ്ട്. മെറ്റീരിയൽ എയുടെ 15,000, മെറ്റീരിയൽ ബിയുടെ 28,000 ഓപ്പണിംഗ് സ്റ്റോക്ക്. ഇനി ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ കൂടെ എന്ത് ചെയ്യണം? പർച്ചേസ് 2,25,000, 1,30,000. അപ്പൊ ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ കൂടെ പർച്ചേസ് എന്താ പറയുന്നത്? കൂട്ടി. ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ കൂടെ പർച്ചേസ് കൂട്ടി. അപ്പൊ എത്ര കിട്ടി? 2,40,000, 1,60,000. ഇനി അതിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ഇത് എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? എത്ര മെറ്റീരിയൽ ആണ് നമ്മൾ കൺസ്യൂം ചെയ്തത്, നമ്മൾ ആവറേജ് കൺസംഷൻ എത്രയാണ്, നമ്മുടെ വാല്യൂ ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്, അതാണ് ഇവിടെ ചെയ്യുന്നത്. ഓപ്പണിംഗ് സ്റ്റോക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, പർച്ചേസ് തന്നിട്ടുണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഓപ്പണിംഗ് സ്റ്റോക്കിൽ നിന്ന് പർച്ചേസ് കൂട്ടിയിട്ട് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ത് ചെയ്യണം? കുറയ്ക്കണം. അപ്പോൾ രണ്ടിന്റെ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ വാല്യൂ ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് എത്ര കിട്ടും? 2,12,000, 1,45,000 രണ്ടിന്റെയും കിട്ടി. അപ്പോൾ നമുക്ക് ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ എങ്ങനെയാ? അതിന്റെ ഫോർമുല എന്തായിരുന്നു? മെറ്റീരിയൽ കൺസ്യൂംഡ് ഡിവൈഡ് ബൈ ആവറേജ്
സ്റ്റോക്ക് അല്ലെ, മെറ്റീരിയൽ കൺസ്യൂംഡ് ഡിവൈഡ് ബൈ ആവറേജ് സ്റ്റോക്ക്. അപ്പൊ ആവറേജ് ഇൻവെന്ററി കണ്ടുപിടിക്കണമല്ലോ. ആവറേജ് ഇൻവെന്ററി എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ 2. ആവറേജ് ഇൻവെന്ററി എങ്ങനെ കണ്ടുപിടിക്കും? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ 2. അപ്പൊ ഏടെ നോക്കിക്കേ, ഓപ്പണിംഗ് സ്റ്റോക്ക് 15,000 പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാ ഏടെ 28,000 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 21,500 കിട്ടും. അതുപോലെ ബിയുടെ ഓപ്പണിംഗ് സ്റ്റോക്ക് 28,000 പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ്? 17,500 ഡിവൈഡ് ബൈ 2 ചെയ്ത് കഴിയുമ്പോൾ 22,750. ഇത് നമുക്ക് എന്ത് കിട്ടി? ആവറേജ് ഇൻവെന്ററി കിട്ടി. ഇനി സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ എന്താ? ഇതാണ് അതിന്റെ ഫോർമുല. മെറ്റീരിയൽ കൺസ്യൂംഡ് ഡിവൈഡ് ബൈ ആവറേജ് മെറ്റീരിയൽസ്. അപ്പോൾ എയുടെ മെറ്റീരിയൽ കൺസംഷൻ എത്രയാണ്? 2,12,000. 2,12,000 ഡിവൈഡ് ബൈ ആവറേജ് സ്റ്റോക്ക് എത്രയാണ്? 21,500. അപ്പൊ എത്ര കിട്ടി? 9.86 ടൈംസ്. ഇനി ബിയുടെ എത്രയാ? മെറ്റീരിയൽ വാല്യൂ ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് എത്രയാണ്? 1,45,500 ഡിവൈഡഡ് ബൈ 22,750. ആവറേജ് സ്റ്റോക്ക് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ 6.39 ടൈംസ്. അപ്പൊ ഏറ്റവും ഫാസ്റ്റ് മൂവിംഗ് മെറ്റീരിയൽ ഏതാണ്? ടേൺ ഓവർ റേഷ്യോ ഇവിടെ ഏതാ? ഹൈ, എക്കാണ് ഹൈ. അപ്പൊ ഫാസ്റ്റ് മൂവിംഗ് മെറ്റീരിയൽ ഏതാണ്? എ ആണ്. അപ്പൊ ക്ലിയർ ആവുന്നുണ്ടോ? ഇത് സിമ്പിൾ അല്ലേ? അപ്പൊ എന്തായാലും വാല്യൂ ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് എങ്ങനെ കണ്ടുപിടിക്കും? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. കേട്ടോ? ആവറേജ് സ്റ്റോക്ക് ആണെങ്കിലോ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഡിവൈഡ് ബൈ 2. ഇത് രണ്ടും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ടേൺ ഓവർ റേഷ്യോ കിട്ടും. ടേൺ ഓവർ റേഷ്യോയുടെ ഫോർമുല എന്താണ്? വാല്യൂ ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്ക്. ക്ലിയർ ആയോ? ഇങ്ങനെ ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കില്ല, ഫോർമുല ഒന്നും ഫോർമുല അല്ല, ഇതിന്റെ പ്രോബ്ലംസ് ഒന്നും ചോദിക്കില്ല. പക്ഷെ എന്നാലും ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ്. അടുത്ത ഒരു ടെക്നിക്കാണ് നമ്മൾ മെറ്റീരിയൽ കോസ്റ്റ് കുറയ്ക്കാനും അല്ലെങ്കിൽ മെറ്റീരിയൽ കൺട്രോളിനുള്ള മറ്റൊരു ടെക്നിക്കാണ് ഇൻവെന്ററി അനാലിസിസ്. അതായത് ഇൻവെന്ററി നമ്മൾ കുറച്ചുകൂടെ അനലൈസ് ചെയ്യുക, അതിന്റെ പ്രത്യേകതകൾ, അതിന്റെ സ്വഭാവ സവിശേഷതകളൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് ആ ഇൻവെന്ററിയിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ABC അനാലിസിസ്, വേർഡ് അനാലിസിസ് പോലുള്ള ടെക്നിക്സ് ഒക്കെയാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. അപ്പൊ ABC അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇത്രയേ ഉള്ളൂ. ABC അങ്ങനെ 3 കാറ്റഗറി ആയിട്ട് ABC അനാലിസിസിന്റെ ഒരു നമ്മൾ ശരിക്കും പ്രോപ്പറായിട്ട് അതിനെ പറയുന്നത് ഓൾവേസ് ബെറ്റർ കൺട്രോൾ അനാലിസിസ് ആണ്. ആ വാക്കിൽ തന്നെ നിങ്ങൾക്കറിയാം ബെറ്റർ ഒരു കൺട്രോൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അല്ലെ, നമുക്ക് മെറ്റീരിയൽസിൽ ഒരു കൺട്രോൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്, അതിന്റെ കോസ്റ്റ് റിഡക്ഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതനുസരിച്ച് അപ്പോൾ ഈ ABC അനാലിസിസ് അനുസരിച്ച് മെറ്റീരിയൽസിനെ ABC കാറ്റഗറീസിലായിട്ട് ഇങ്ങനെ പെടുത്തുകയാണ്. 3 കാറ്റഗറിയിലായിട്ട് എന്താണ് മെറ്റീരിയൽസിനെ കാറ്റഗറൈസ് ചെയ്യാണ് അവരുടെ വാല്യൂ അനുസരിച്ച്. എന്താണ് വാല്യൂ അനുസരിച്ച്? അതായത് എത്ര മാത്രമാണ് അതിന്റെ ഇൻവെന്ററി വാല്യൂ വരുന്നത്. അപ്പോൾ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള മെറ്റീരിയൽസ് പക്ഷെ ആ മെറ്റീരിയൽസ് കോസ്റ്റ്ലി ആണെങ്കിൽ അത് ഒരുപാട് ടോട്ടൽ സ്റ്റോറിൽ നമ്മളൊരു സ്റ്റോർ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ടോട്ടൽ ഒരുപാട് വെറൈറ്റി മെറ്റീരിയൽസ് ഉണ്ടാവും. പക്ഷെ ഈ A കാറ്റഗറിയിൽ പെടുന്നത് വളരെ കുറവ് നമ്പറും പക്ഷെ എന്നാൽ അത് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള മെറ്റീരിയൽസും ആയിരിക്കും. അതാണ് A കാറ്റഗറിയിൽ വരുന്നത്. ഇനി B എന്ന് പറയുന്ന ഒരു കാറ്റഗറി എന്ന് പറയുന്നത്, അതിന് Bയുടെ കാറ്റഗറിയെ സംബന്ധിച്ച് അതിന്റെ ക്വാണ്ടിറ്റി, ആ മെറ്റീരിയലിന്റെ ക്വാണ്ടിറ്റിയും അതിന്റെ വാല്യൂ ഏകദേശം സെയിം തന്നെയായിരിക്കും B കാറ്റഗറിയിൽ. ഇനി C എന്ന് പറയുന്ന മറ്റൊരു കാറ്റഗറി ഉണ്ട്. C കാറ്റഗറിയിൽ മെറ്റീരിയലിന്റെ ക്വാണ്ടിറ്റി, ഇപ്പൊ സ്റ്റോറിൽ മെറ്റീരിയലിന്റെ ക്വാണ്ടിറ്റി ഹൈ ആയിരിക്കും, ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ടാവും. പക്ഷെ അതിന്റെ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ മെറ്റീരിയലിന് വേണ്ടി വരുന്ന അതിന്റെ ഇൻവെസ്റ്റ്മെന്റ്, അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? കുറവായിരിക്കും. അങ്ങനെ 3ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? മെറ്റീരിയൽസിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇതൊരു കൺട്രോൾ വരുത്താൻ വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പോൾ മെറ്റീരിയൽ കൺട്രോൾ വരുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ കോസ്റ്റ്ലി ആയിട്ടുള്ള മെറ്റീരിയൽസിന് നമ്മൾ എന്ത് ചെയ്യണം? കൂടുതലായിട്ട് ഒരു കോസ്റ്റ്ലി ആയിട്ടുള്ള മെറ്റീരിയൽസിന് ഒരു കൂടുതലായിട്ടൊരു ശ്രദ്ധയും കൺട്രോളും ഒക്കെ വേണം.
ഇനി നമുക്ക് വളരെ കുറഞ്ഞ വാല്യൂ ഉള്ള അല്ലെങ്കിൽ ലാർജ് വോളിയം ഓഫ് മെറ്റീരിയൽസ് കുറെ ഉണ്ടെങ്കിലും അതിന് വാല്യൂ കുറവാണ്, അതിന്റെ വാല്യൂ കുറവാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിന് അത്രയും എന്ത് വേണ്ട, കെയർ വേണ്ട. അപ്പോൾ ഇൻവെന്ററിയിൽ നമ്മൾ ഈ വാല്യൂ അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ചിട്ട് നമ്മൾ ഇൻവെന്ററിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു എന്ത് കിട്ടുന്നത്, ഒന്ന് നമുക്ക് നമ്മുടെ നഷ്ടസാധ്യതകൾ കുറയ്ക്കാൻ സാധിക്കുന്നത്, അതുപോലെ തന്നെ കോസ്റ്റ് റിഡക്ഷന് സാധ്യമാകുന്നത്. അപ്പൊ ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ A, B, C കാറ്റഗറിയിൽ ഇൻവെന്ററീസിനെ തിരിക്കുകയാണ്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അതിന്റെ വാല്യൂ ബേസിൽ. എ കാറ്റഗറിയിലുള്ളത് വളരെ ഹൈ വാല്യൂ ഐറ്റംസും, ബി കാറ്റഗറിയിലുള്ളത് വാല്യൂ വൈസ് ആണെങ്കിലും ക്വാണ്ടിറ്റി വൈസ് ആണെങ്കിലും ഒരു നോർമൽ ലെവലിലുള്ളതായിരിക്കും. സി കാറ്റഗറി ആണെങ്കിൽ അതിന്റെ വാല്യൂ വളരെ കുറവും, പക്ഷെ ഓവറോൾ സ്റ്റോറിൽ അതിന്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലുമായിരിക്കും. അപ്പോൾ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് ABC അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ അതാ ഈ ഒരു കോളം നോക്കിയാൽ നമുക്ക് ഇത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. ABC അല്ലെ, ഇതിന്റെ പെർസെന്റേജ് വാല്യൂ നോക്കുക. വാല്യൂ വൈസ് എ എന്ന് പറയുന്ന 70%, അതായത് നമ്മുടെ ഇൻവെന്ററിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഏകദേശം 70% ഇൻവെസ്റ്റ്മെന്റും എന്താണ് മണി വാല്യൂ എ കാറ്റഗറിയിലുള്ളതിനാണ്. പക്ഷെ അതിന്റെ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ 10% ഉള്ളൂ. നമുക്ക് അതിന്റെ ടോട്ടൽ സ്റ്റോറിൽ 10% മെറ്റീരിയൽ ക്വാണ്ടിറ്റിയേ ഉള്ളൂ. ഇനി ബി എന്ന് പറയുന്നത് അതിന്റെ വാല്യൂ ഓഫ് മെറ്റീരിയലും ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയലും സെയിം ആണ്. സി എന്ന് പറയുന്നത് അതിന്റെ പെർസെൻറ്റേജ് വാല്യൂ, അതിന്റെ മണി വാല്യൂ, ഇൻവെസ്റ്റ്മെന്റ് വാല്യൂ 10% ഉള്ളൂ, പക്ഷെ അത് 70%, ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ 70% ഉണ്ട്. ഇതിന് ലീസ്റ്റ് കെയർ മതി. പക്ഷെ അതിനെ 10% മാത്രം ക്വാണ്ടിറ്റി ഉള്ളെങ്കിലും ഇതിന്റെ ഹൈ വാല്യൂ ആയതുകൊണ്ട് തന്നെ ഇതിനെ സംബന്ധിച്ച് എന്ത് വേണം, വളരെ ഹൈ ലെവലിലുള്ള ഒരു കെയർ വേണം. ഇതും ഒരു ഗ്രാഫിക് റെപ്രസെന്റേഷൻ ആണ് ABC അനാലിസിസിന്റെ. ഈ ഗ്രാഫ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, എ എന്ന് പറയുന്ന മെറ്റീരിയൽ 70%ഓളം മണി വാല്യൂ, അതായത് ടോട്ടൽ പെർസെൻറ്റേജ് മണി വാല്യൂ ഓഫ് ഇൻവെന്ററിയിൽ 70%ഉം എക്കാണ്. ഇനി ബി എന്ന് പറയുന്ന ബാക്കി ഈ ഒരു എന്താണ് 20% ആണ് ബിക്ക് വരുന്നത്. അതിന്റെ ക്വാണ്ടിറ്റി എത്രയാണ്? ബിയുടെ ക്വാണ്ടിറ്റി 20 ആണ്. ഇനി 70% ക്വാണ്ടിറ്റി ഐറ്റംസ് ആണ്, പക്ഷെ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയേ വരുന്നുള്ളൂ? 10% വരുന്നുള്ളൂ. അപ്പൊ ഈ ഒരു സ്പേസേ സിക്ക് വരുന്നുള്ളൂ. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ഇതാണ് ABC അനാലിസിസിന്റെ ഗ്രാഫിക് റെപ്രസെന്റേഷൻ. ഇതൊന്നും നമുക്ക് എങ്ങനെ ഗ്രാഫോ അല്ലെങ്കിൽ അതൊന്നും ചോദിക്കില്ല. പക്ഷെ എന്താണ് ABC അനാലിസിസ് എന്ന് പറയുന്നത്? ഒരു ഇൻവെന്ററി മെറ്റീരിയൽ കൺട്രോൾ, ഇൻവെന്ററി മാനേജ്മെന്റ് ടെക്നിക്ക് ആണെന്ന് മനസ്സിലാക്കുക. എ എന്ന് പറയുന്ന ഓൾവേസ് ബെറ്റർ കൺട്രോൾ ടെക്നിക് എന്നാണ് പറയുന്നത്. ഓൾവേസ് ബെറ്റർ കൺട്രോൾ അനാലിസിസ് അല്ലെങ്കിൽ ഓൾവേസ് ബെറ്റർ കൺട്രോൾ ടെക്നിക്ക് ആണ്. എയിൽ പ്രിഷ്യസ് വാല്യൂ അല്ലെങ്കിൽ ഹൈ വാല്യൂ വരുന്നത് എ കാറ്റഗറിയിൽ, ബി എന്ന് പറയുന്നത് ഒരു മോഡറേറ്റ്, സി എന്ന് പറയുന്നത് ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വാല്യൂ അല്ലെങ്കിൽ ലെസ് ഇൻവെസ്റ്റ്മെന്റ് വാല്യൂ ഉള്ളതാണ് സി കാറ്റഗറിയിൽ വരുന്നത്. ഇത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുകയാണ്. ഇനി അടുത്തതാണ് വെഡ് അനാലിസിസ്. വെഡ് എന്ന് പറഞ്ഞാൽ എന്താ? വെരി അല്ല, വൈറ്റൽ, എസെൻഷ്യൽ ആൻഡ് ഡിസറബിൾ അനാലിസിസ്. വൈറ്റൽ, എസെൻഷ്യൽ ആൻഡ് ഡിസറബിൾ അനാലിസിസ്, ഇതിനെയാണ് നമ്മൾ വെഡ് അനാലിസിസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഫോർ കൺട്രോൾ സ്പെയർ പാർട്സിന് വേണ്ടിയിട്ടാണ്. സ്പെയർ പാർട്സ് കൺട്രോളിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻവെന്ററി അനാലിസിസ് ടെക്നിക്കാണ് വെഡ് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ വളരെ എന്താ പറയുന്നത്, ഇതനുസരിച്ചിട്ട് 3 കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. വൈറ്റൽ, വളരെ വൈറ്റൽ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന സ്പെയർ പാർട്സ് അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ഐറ്റം ഓഫ് പാർട്സ് നമുക്ക് നോൺ അവൈലബിൾ ആയിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് എന്താണ്, പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരും. ഇനി
അതുപോലെ എസെൻഷ്യൽ കാറ്റഗറിയിൽ പെടുന്ന ഐറ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അത് അവൈലബിൾ അല്ലെങ്കിലും കുറച്ച് മണിക്കൂറൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചു നേരത്തേക്ക് ബിയോണ്ട് എന്താണ് സം അവേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, പ്രൊഡക്ഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോവാം. പക്ഷേ സി കാറ്റഗറിയുടെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റർലി ഡിഫറെൻറ്റ്. സി കാറ്റഗറി എന്ന് പറയുന്നത് അത് ഇമ്പോർട്ടൻ്റ് ആണ്, ആവശ്യമുള്ളത് തന്നെയാണ്. പക്ഷേ ഇത് അവൈലബിൾ അല്ല എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അതിന്റെ ഒരു ഷോർട്ടേജ് വരുന്നത് കൊണ്ട് അതൊരിക്കലും എന്ത് ചെയ്യുന്നില്ല, പ്രൊഡക്ഷനെ സ്റ്റോപ്പ് ചെയ്യുന്നില്ല. നമുക്ക് ഒരു ആഴ്ച വരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ദിവസങ്ങൾ വരെ, ആഴ്ചകൾ വരെ നമുക്ക് എന്ത് ചെയ്യാം, ആ പാർട്സ് ഇല്ലാതെ നമുക്ക് പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യാതെ കൊണ്ടുപോകാം. അപ്പൊ അത്തരം രീതിയിൽ നമ്മൾ സ്പെയേഴ്സിനെ, പാർട്സിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നതാണ് വെഡ് അനാലിസിസിൽ ചെയ്യുന്നത്. വൈറ്റൽ, എസെൻഷ്യൽ ആൻഡ് ഡിസറബിൾ. അപ്പൊ വൈറ്റൽ എന്ന് പറയുന്നത് എന്താണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോൺ അവൈലബിലിറ്റി ലീഡ്സ് ടു സ്റ്റോപ്പേജ് ഓഫ് പ്രൊഡക്ഷൻ. ഇനി എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്, എസെൻഷ്യൽ സ്പെയേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൊഡക്ഷൻ മേ നോട്ട് ബി ഇന്ററപ്റ്റഡ് ഡ്യൂ ടു ദ നോൺ അവൈലബിലിറ്റി എസെൻഷ്യൽ സ്പെയേഴ്സ് ഫോർ സം അവേഴ്സ് ബിയോണ്ട് വിച്ച് പ്രൊഡക്ഷൻ വിൽ ബി സ്റ്റോപ്ഡ്. അപ്പോൾ കുറച്ച് മണിക്കൂറത്തേക്കൊക്കെ നമുക്ക് പിടിച്ചു നിൽക്കാം, പക്ഷെ അത് കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രൊഡക്ഷൻ സ്റ്റോപ്പ്. ഇനി ഡിസറബിൾ സ്പെയർ പാർട്സ് ആർ ദോസ് സ്പെയേഴ്സ് വിച്ച് ആർ നീഡഡ് ആവശ്യമുള്ളത് തന്നെയാണ്, ബട്ട് ദെയർ ആബ്സെൻസ് ഫോർ എ വീക്ക് ഓർ മേ നോട്ട് ലീഡ് ടു സ്റ്റോപ്പേജ് ഓഫ് പ്രൊഡക്ഷൻ. അതാണ് ഡിസറബിൾ. അപ്പൊ ക്ലിയർ ആവുന്നുണ്ടോ? വെഡ് അനാലിസിസ് കൺട്രോൾ ഓഫ് എന്താണ്, ഇത് എന്തിനു വേണ്ടിയിട്ടാണ്, കൺട്രോൾ ഓഫ് സ്പെയർ പാർട്സ്, intended for control of spare parts. വൈറ്റൽ, എസെൻഷ്യൽ, ഡിസറബിൾ. ക്ലിയർ ആയോ? പിന്നെ FSN അനാലിസിസ്, ഫാസ്റ്റ് മൂവിങ് ഐറ്റം, നോൺ മൂവിങ് ഐറ്റം, സ്ലോ മൂവിങ് ഐറ്റം, അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ട്. FSN അനാലിസിസ് ഒക്കെ ഉണ്ട്. അതൊന്നും ഞാൻ എടുക്കുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്രം നമുക്ക് പഠിച്ചു പോവാം കേട്ടോ. അപ്പൊ അടുത്തതാണ് ജസ്റ്റ് ഇൻ ടൈം ഇൻവെന്ററി സിസ്റ്റം. ജസ്റ്റ് ഇൻ ടൈം ഇൻവെന്ററി സിസ്റ്റം ഇതൊക്കെ എന്താണ്, അനാലിസിസ് ഓഫ് ഇൻവെന്ററി അനാലിസിസിന്റെ ഭാഗമായിട്ട് വരുന്ന സബ് പോയിന്റ്സ് ആണ് കേട്ടോ. ജസ്റ്റ് ഇൻ ടൈം ഇൻവെന്ററി സിസ്റ്റം. ഇതിങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്ക് പോകുന്ന പോലെ സബ് പോയിന്റ്സും അതിന്റെ സബ് പോയിന്റ്സും അങ്ങനെയൊന്നും അല്ല. നമ്മളിത് ജസ്റ്റ് എല്ലാം അറിഞ്ഞിരിക്കുക എന്നുള്ളൂ. കാരണം സ്റ്റേറ്റ്മെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാം അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ജസ്റ്റ് ഇൻ ടൈം ഇൻവെന്ററി സിസ്റ്റം, JIT സിസ്റ്റം. അപ്പോ എന്താണ് ജസ്റ്റ് ഇൻ ടൈം ഇൻവെന്ററി സിസ്റ്റം എന്ന് പറയുന്നത്? Purchase of materials or goods in such a way that delivery of purchased item is assured at the time of their requirement or immediately before their requirement. അതായത് നമ്മൾ ഒരുപാട് നേരത്തെ പർച്ചേസ് ചെയ്ത് വെക്കാതെ ആവശ്യമുള്ള സമയത്ത് നമുക്ക് എപ്പോഴാണോ ആ ഒരു മെറ്റീരിയൽ നമുക്ക് അവൈലബിൾ നമുക്ക് ആവശ്യമുള്ളത് ആ ഒരു സമയത്തേക്ക് കിട്ടുന്ന രീതിയിൽ ഒരു പർച്ചേസ് നടത്തുക എന്നുള്ളതാണ് ജസ്റ്റ് ഇൻ ടൈം പർച്ചേസിങ്, ജസ്റ്റ് ഇൻ ടൈം ഇൻവെന്ററി സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ നമ്മൾ വളരെ ഫ്രീക്വന്റ് ആയിട്ട് സ്മോളർ പർച്ചേസുകൾ, വളരെ ഒരുപാട് വാങ്ങിച്ച് അത് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്ന അല്ലെങ്കിൽ അത്തരം ഒരു പരിപാടികൾ എന്ത് ചെയ്യുക, കുറച്ചുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് വളരെ കുറച്ച് ഐറ്റംസ് ആവശ്യാനുസൃതം പർച്ചേസ് ചെയ്യുന്ന ഒരു രീതിയാണ് നമുക്ക്. അപ്പോ നമുക്ക് ഇത്തരത്തിൽ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഗുണങ്ങളാണ് അല്ലെ. ഒന്നാമത്തെ കാര്യം, ഗുഡ്സ് ഒരുപാട് നമുക്ക് ക്യാരിയിങ് കോസ്റ്റ് ഒക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ സപ്ലയർ ആയിട്ടുള്ള ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അങ്ങനെ കുറെ ബെനിഫിറ്റ്സ് ഇത്തരം ഒരു രീതിക്കുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ
making smaller and more frequent purchase order because of fast transporting system and availability of material. അതായത് നമുക്ക് ഇന്നത്തെ കാലത്ത് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം വളരെ സ്ട്രോങ് ആണ്. അതുപോലെ തന്നെ മെറ്റീരിയൽസ് നമുക്ക് എവിടെ നിന്നും പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. ഒരുപാട് സെല്ലേഴ്സ് അവൈലബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തിനിങ്ങനെ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്ത് വലിയ രീതിയിൽ നമ്മളത് സ്റ്റോർ ചെയ്ത് വെക്കണം. ആ ഒരു രീതിയിലുള്ള മാറ്റമാണ് ഇവിടെ ജസ്റ്റ് ഇൻ ടൈം ഇൻവെന്ററി സിസ്റ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ക്ലിയർ ആവുന്നുണ്ടോ? അടുത്തത് സ്റ്റോഴ്സ് റെക്കോർഡ്സുകളെ കുറിച്ചാണ്. അപ്പൊ സ്റ്റോറിൽ നമ്മൾ ഇൻവെന്ററി അനാലിസിസ് ഓഫ് ഇൻവെന്ററിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ വെഡും ABC അനാലിസിസ്, വെഡ് അനാലിസിസ്, അതുപോലെ തന്നെ ജസ്റ്റ് ഇൻ ടൈം ഇൻവെന്ററി സിസ്റ്റം ഒക്കെ പഠിച്ചത്. ഇനി സ്റ്റോഴ്സ് റെക്കോർഡ് എന്താണ്? ഇൻവെന്ററി മാനേജ്മെന്റ് ടെക്നിക്കിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റോഴ്സ് റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്റ്റോറിൽ റെക്കോർഡുകൾ സൂക്ഷിക്കുന്നുണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ള 2 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റെക്കോർഡ്സ് ആണ് ബിൻ കാർഡും സ്റ്റോഴ്സ് ലെഡ്ജറും. അപ്പോൾ ബിൻ കാർഡ് ഓർ ബിൻ ടാഗ് ഓർ സ്റ്റോക്ക് കാർഡ് എന്നൊക്കെ നമുക്ക് ഇതിനെ പറയാം. അപ്പൊ ബിൻ കാർഡ്, ബിൻ ടാഗ് ഓർ സ്റ്റോക്ക് കാർഡ്. ബിൻ എന്ന് പറഞ്ഞാല് മെറ്റീരിയൽ ഇങ്ങനെ ഒരു റാക്കിൽ നമ്മൾ സൂക്ഷിക്കാൻ ബിൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ബിൻ എന്ന് പറയുന്നത് റാക്ക് ആവാം, കണ്ടെയ്നർ ആവാം, ഷെൽഫ് ആവാം, എന്തും ആവാം. അപ്പോ ബിൻ കാർഡ് എന്ന് പറയുന്നത് മെറ്റീരിയൽസ് ഒരു റാക്ക്, ഇപ്പൊ നമ്മൾ ഒരു അലമാരിയിൽ കുറച്ചധികം മെറ്റീരിയൽസ് ഓരോന്ന് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ നമ്മളുടെ കിച്ചണിൽ നമ്മൾ കബോർഡിൽ മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പ്, അങ്ങനെ ഇങ്ങനെ കുറേ സാധനങ്ങൾ നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സാധനങ്ങൾ എല്ലാം ഇതുമായിട്ട് ഓരോന്നിൻ്റെയും താഴെ എത്രയുണ്ട്, എന്നാണിത് വാങ്ങിച്ചത്, എത്ര നമുക്ക് ബാലൻസ് ഉണ്ട്, എത്ര ഇഷ്യൂ ചെയ്തു, എത്ര ബാലൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ എല്ലാം റെക്കോർഡ് ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ക്വാണ്ടിറ്റേറ്റീവ് ഡീറ്റെയിൽസ്. മെറ്റീരിയൽ ഇഷ്യൂ ചെയ്തത്, മെറ്റീരിയൽ റിസീവ് ചെയ്തതും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതി വെക്കുന്ന ഡോക്യുമെന്റ് ആണ് എന്തെന്ന് പറയുന്നത്? ബിൻ കാർഡ് എന്ന് പറയുന്നത്. അപ്പൊ ഓരോ തവണ നമ്മൾ മെറ്റീരിയൽ റിസീവ് ചെയ്യുമ്പോഴും ഓരോ തവണ നമ്മൾ മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യുമ്പോഴും ആ ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ നമ്മൾ അത് എന്ത് ചെയ്യും? ബിൻ കാർഡിൽ റെക്കോർഡ് ചെയ്യും. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ ബിൻ കാർഡ് ആരാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ബിൻ കാർഡ് ആരാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? സ്റ്റോർ കീപ്പർ ആണ് ബിൻ കാർഡ് എന്ത് ചെയ്യുന്നത്? മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇറ്റ് ഷോസ് നെയിം ഓഫ് മെറ്റീരിയൽ, നമ്പർ, കോഡ് നമ്പർ, അതുപോലെ തന്നെ സ്റ്റോഴ്സ് ലെഡ്ജർ ഫോളിയോ നമ്പർ. അപ്പൊ നമ്മൾ സ്റ്റോർ ലെഡ്ജറിൽ നമ്മൾ അത് റെക്കോർഡ് ചെയ്യുമല്ലോ. അപ്പോൾ ലെഡ്ജർ ഫോളിയോ നമ്പർ, അതുപോലെ തന്നെ എത്ര ക്വാണ്ടിറ്റി മെറ്റീരിയൽ റിസീവ് ചെയ്തിട്ടുണ്ട്, എത്ര മെറ്റീരിയൽ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, എത്ര മെറ്റീരിയൽ നമ്മുടെ അടുത്ത് ഇപ്പോൾ നിലവിലുണ്ട്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും? ബിൻ കാർഡിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ ബിൻ കാർഡ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിൻ കാർഡ് എന്താണ്? സ്റ്റോഴ്സ് റെക്കോർഡാണ്. ഒരു റെക്കോർഡാണ്, സ്റ്റോറിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു റെക്കോർഡാണ് ബിൻ കാർഡ്. ബിൻ കാർഡ് ആരാ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? കീപ്പ് ചെയ്യുന്ന സ്റ്റോർ കീപ്പർ ആണ്. അപ്പോൾ ബിൻ കാർഡിൽ മെറ്റീരിയൽ റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ മെറ്റീരിയൽസും റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ്, ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ബിൻ കാർഡ് ചെക്ക് ചെയ്താൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ക്ലിയർ ആയോ? നെക്സ്റ്റ് വണ്ണാണ് സ്റ്റോഴ്സ് ലെഡ്ജർ. അപ്പൊ സ്റ്റോഴ്സ് ലെഡ്ജറിനെ സംബന്ധിച്ച് ഈ ബിൻ കാർഡ് പോലെ തന്നെ ഒരു ഒരു റെക്കോർഡാണ് സ്റ്റോഴ്സ് ലെഡ്ജർ എന്ന് പറയുന്നത്. പക്ഷെ സ്റ്റോഴ്സ് ലെഡ്ജർ ഇവിടെ കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത് സൂക്ഷിക്കുന്നത്. സ്റ്റോഴ്സ് ലെഡ്ജർ സൂക്ഷിക്കുന്നത് കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ഈ സ്റ്റോഴ്സ് ലെഡ്ജറിൽ നമുക്ക് മറ്റേ ബിൻ കാർഡിലാവുമ്പോൾ അതിന്റെ ക്വാണ്ടിറ്റിയാണ് നമുക്ക് മെയിൻ ആയിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ പ്രൈസും കാര്യങ്ങളും ഒന്നും നമ്മൾ അവിടെ ചെയ്യുന്നില്ല. പക്ഷെ ഇവിടെ എന്താണ്? ക്വാണ്ടിറ്റി ആസ് വെൽ ആസ് അതിന്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റോഴ്സ് ലെഡ്ജറിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ബിൻ കാർഡില് മെറ്റീരിയലിന്റെ
പേര്, അതിൻ്റെ കോഡ് നമ്പർ, അതിൻ്റെ ലെഡ്ജർ ഫോളിയോ നമ്പർ, ക്വാണ്ടിറ്റി, എത്ര ക്വാണ്ടിറ്റി റിസീവ് ചെയ്തു, എത്ര ക്വാണ്ടിറ്റി ഇഷ്യൂ ചെയ്തു, എത്ര ബാലൻസ് ക്വാണ്ടിറ്റി ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ നമുക്ക് ബിൻ കാർഡിൽ നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷേ സ്റ്റോഴ്സ് ലെഡ്ജറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്വാണ്ടിറ്റി നമുക്ക് മനസ്സിലാവും, എത്ര ക്വാണ്ടിറ്റി, അതുപോലെ തന്നെ എത്ര വാല്യൂ ഉള്ള മെറ്റീരിയൽസ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്, അതിൻ്റെ പ്രൈസ്, അതുപോലെ എത്ര ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഓരോ കമ്പോണന്റ് ഓഫ് മെറ്റീരിയലിനും എന്തുണ്ടാവും? ഒരു സ്റ്റോഴ്സ് ലെഡ്ജർ അലോട്ട് ചെയ്തിട്ടുണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത് ആരാ ഇതൊക്കെ ചെയ്യുന്ന? കോസ്റ്റിംഗ് ക്ലർക്കാണ് ഈ പറഞ്ഞ സ്റ്റോഴ്സ് ലെഡ്ജർ എന്ത് ചെയ്യുന്നത്? മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ it gives the value of closing stock at any time. അപ്പോൾ നമുക്ക് ബിൻ കാർഡിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിന്റെ വാല്യൂ, അതായത് ബിന്നിലെ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ബാലൻസ് അറിയാനായിട്ട് പറ്റുമെങ്കിലും, അപ്പോൾ എക്സെപ്റ്റ് എന്താ, ഇറ്റ് ഈസ് വെരി സിമിലർ ടു ബിൻ കാർഡ്, ബിൻ കാർഡ് പോലെ തന്നെയാണ്, എക്സെപ്റ്റ് ഇറ്റ് കണ്ടെയ്ൻസ് അഡീഷണൽ കോളംസ് ഷോയിങ് ദ പ്രൈസ് ആൻഡ് വാല്യൂ ഓഫ് മെറ്റീരിയൽ റിസീവ്ഡ്. അപ്പോൾ പ്രൈസ്, വാല്യൂ ഓഫ് മെറ്റീരിയൽ റിസീവ്ഡ്, ഇഷ്യൂ ആൻഡ് ബാലൻസ് ഇൻ ഹാൻഡ്, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ വാല്യൂ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്കിൻ, ഏതൊരു മെറ്റീരിയലിന്റെയും ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ഇത് ഒരു ബിൻ കാർഡിന്റെ ഒരു ഫോർമാറ്റ് ആണ്. ബിൻ കാർഡിന്റെ ഫോർമാറ്റ് ആണ്. അപ്പം ഞാൻ കൂടുതൽ സ്ട്രെസ് ചെയ്തതൊക്കെ ഇങ്ങനെ നിങ്ങൾക്ക് എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പറയാത്തത്, നമുക്ക് അങ്ങനെ ഒരു ഡീറ്റെയിൽഡ് ഒരു ഇതിൽ പോകേണ്ട കാര്യമില്ല. ഇതൊന്നും അങ്ങനെ നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ള ഒരു കാര്യമുള്ളൂ. അപ്പം അതുകൊണ്ടാണ് കേട്ടോ. അതുപോലെ സ്റ്റോഴ്സ് ലെഡ്ജറിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു സ്റ്റോഴ്സ് ലെഡ്ജറിന്റെ ഒരു ഫോർമാറ്റ് ആണ്. സ്റ്റോഴ്സ് ലെഡ്ജർ മാക്സിമം ലെവൽ, മിനിമം ലെവൽ, റീഓർഡർ ലെവൽ, റീഓർഡറിങ് ക്വാണ്ടിറ്റി, അതുപോലെ റെസിപ്റ്റ്, ക്വാണ്ടിറ്റി, റേറ്റ്, എമൗണ്ട്. മനസ്സിലാവുന്നുണ്ട്? ഇഷ്യൂ, അതുപോലെ തന്നെ ക്വാണ്ടിറ്റി, റേറ്റ്, എമൗണ്ട്, ബാലൻസ്, ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ക്ലിയർ ആയോ? ഇൻവെന്ററി സിസ്റ്റം ആൻഡ് സ്റ്റോക്ക് ടേക്കിംഗ്. ഇൻവെന്ററി സിസ്റ്റം അല്ലെങ്കിൽ സ്റ്റോക്ക് ടേക്കിംഗ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ നിലവില് നമ്മുടെ കയ്യിൽ, നമ്മുടെ സ്റ്റോറിൽ അല്ലെങ്കിൽ നമ്മുടെ ഫാക്ടറിയിൽ നമുക്ക് ഫിസിക്കലി സ്റ്റോക്കുകളുടെ ഒരു ബാലൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ മെറ്റീരിയൽ റെക്കോർഡ്സിൽ ബാലൻസ് ഉണ്ടാവും. അതായത് സ്റ്റോഴ്സ് ലെഡ്ജർ പോലുള്ളതിലൊക്കെ ഒരു ബാലൻസ് കാണിക്കുന്നുണ്ടാവും. അപ്പൊ ഇത് രണ്ടും കൂടെ താരതമ്യം ചെയ്യുക എന്നുള്ളതാണ് ഈ സ്റ്റോക്ക് ടേക്കിംഗ് എന്ന് വന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മെറ്റീരിയൽ റെക്കോർഡ്സിലെ ബാലൻസും അതുപോലെ ഫിസിക്കൽ ബാലൻസും തമ്മിൽ അത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ലെഡ്ജറിൽ ഒരു നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, ഒരു സ്റ്റോഴ്സ് റെക്കോർഡാണ് ബിൻ കാർഡ്, സ്റ്റോഴ്സ് ലെഡ്ജർ എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ആ സ്റ്റോഴ്സ് ലെഡ്ജറിലൊക്കെ നമ്മൾ ഓരോ ഐറ്റവും ഇഷ്യൂ ചെയ്യുമ്പോൾ ഇഷ്യൂ ചെയ്തു, എത്ര രൂപയ്ക്ക് ഇഷ്യൂ ചെയ്തു, ബാലൻസ് എത്ര ഉണ്ടെന്നൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കും. പക്ഷെ ഈ റെക്കോർഡ് ചെയ്ത് വെച്ചത് തന്നെയാണോ ആക്ച്വലി ഉള്ളത്, നമ്മുടെ കയ്യിൽ ഫിസിക്കലി അത്രയും ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുന്നതിനെയാണ്, ആ ഒരു പ്രോസസ്സിനെയാണ് സ്റ്റോക്ക് ടേക്കിംഗ് അല്ലെങ്കിൽ ഇൻവെന്ററി സിസ്റ്റം അല്ലെങ്കിൽ സ്റ്റോക്ക് ടേക്കിംഗ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഒന്ന് പീരിയോഡിക് ഇൻവെന്ററി സിസ്റ്റം. പീരിയോഡിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയർ എൻഡിൽ നമുക്ക് എന്ത് ചെയ്യാം? അക്കൗണ്ടിങ് ഇയറിന്റെ എൻഡിൽ നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള ഒരു വെരിഫിക്കേഷൻ നടത്താം. ബുക്ക് ബാലൻസ്, ഫിസിക്കൽ ബാലൻസും തമ്മിലുള്ള ഒരു വെരിഫിക്കേഷൻ നടത്താം. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ ആനുവൽ സ്റ്റോക്ക് ടേക്കിങ്ങിനെ ഒന്ന് ഒന്ന് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസത്തേക്ക് ഫാക്ടറി ഒക്കെ എന്ത് ചെയ്യും? ക്ലോസ് ചെയ്തിട്ടാണ്. ഫാക്ടറിയുടെ വർക്കിംഗ് ഒക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. ഈ സ്റ്റോക്ക് എടുക്കുകയല്ലേ, അപ്പൊ സ്റ്റോക്കിന്റെ കണക്ക് എടുക്കുകയാണല്ലോ. അപ്പൊ ആ ഒരു രീതിയിൽ നമുക്ക് കൊണ്ടുപോവാം. അപ്പോൾ സ്റ്റോക്ക് ടേക്കിംഗ് ഈ ഒരു രീതിയിൽ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ സ്റ്റോക്ക് ടേക്കിങ്ങിന് വേണ്ടി വരുന്ന കോസ്റ്റ് ലെസ് ആവും, കുറവാകും. അതായത് ഇത് കുറച്ചുകൂടി എക്കണോമിക്കൽ ആണെന്നാണ് പറയുന്നത് പീരിയോഡിക് ഇൻവെന്ററി സിസ്റ്റം. ഇനി അടുത്ത പെർപെച്വൽ ഇൻവെന്ററി സിസ്റ്റം ഉണ്ട്. പെർപെച്വൽ ഇൻവെന്ററി സിസ്റ്റം എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് സ്റ്റോക്ക് ടേക്കിംഗ് ആണ്. അതായത്
നമ്മൾ കണ്ടിന്യൂസ്ലി ഫിസിക്കൽ ബാലൻസ് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ തവണ നമ്മൾ എന്ത് ചെയ്യും, മെറ്റീരിയൽ റിസീവ് ചെയ്യുമ്പോഴും മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യുമ്പോഴും ബാലൻസ് നമ്മുടെ സ്റ്റോഴ്സ് റെക്കോർഡിൽ എഴുതും. അപ്പോൾ ഈ ബാലൻസ് ആക്ച്വലി ഉള്ളതാണോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും, ഫിസിക്കൽ ബാലൻസും കൂടെ എന്ത് ചെയ്യും, ചെക്ക് ചെയ്തുകൊണ്ട് പോകുന്നതാണ്. തരത്തിലുള്ളതാണ് പെർപെച്വൽ ഇൻവെന്ററി സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പോൾ ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ഇത് കണ്ടിന്യൂസ്ലി നടക്കുന്നത് കൊണ്ട് തന്നെ ഇതിനായിട്ട് പ്രത്യേകിച്ച് ഒരു സമയം അലോട്ട് ചെയ്ത് ഫാക്ടറി ക്ലോസ് ചെയ്ത് അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് ഫാക്ടറി സ്റ്റോപ്പ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതിങ്ങനെ ആ ഒരു രീതിക്ക് അങ്ങ് നടക്കും. കണ്ടിന്യൂസ് സ്റ്റോക്ക് ടേക്കിംഗ് ഉണ്ട്, കണ്ടിന്യൂസ് സ്റ്റോക്ക് ടേക്കിംഗ്. അപ്പൊ കണ്ടിന്യൂസ് സ്റ്റോക്ക് ടേക്കിംഗ് എന്ന് പറയുന്നത് physical verification of each and every item of stock a number of times each year. ഒരു വർഷത്തിൽ തന്നെ പല പ്രാവശ്യം നമ്മൾ ഇത്തരത്തിലൊരു ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതാണ് കണ്ടിന്യൂസ് സ്റ്റോക്ക് ടേക്കിംഗ് എന്ന് പറയുന്നത്. ഇൻവെന്ററിയിൽ നമ്മൾ ചെയ്യുന്നത് ബുക്കിലെ ബാലൻസ് നമ്മൾ റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. അതായത് നമ്മൾ തന്നെ കണ്ട് മനസ്സിലാക്കി ബോധ്യപ്പെട്ട് ഇഷ്യൂ ചെയ്തത് എത്രയുണ്ട്, നമ്മൾ റിസീവ് ചെയ്ത എത്രയുണ്ട്, ഇഷ്യൂ ചെയ്ത് എത്രയുണ്ടെന്ന് നമ്മൾ നോക്കി അതിനുശേഷം അത് ബുക്കിലോട്ട് റെക്കോർഡ് ചെയ്യുക എന്നുള്ളത്. പക്ഷേ കണ്ടിന്യൂസ് സ്റ്റോക്ക് ടേക്കിങ്ങിൽ എന്ന് പറയുന്നത് നമ്മുടെ ബുക്കിന്റെ ബാലൻസ്, ബുക്കിൽ എഴുതിയ ബാലൻസും ആക്ച്വൽ ഫിസിക്കൽ ബാലൻസും തമ്മിൽ ചെക്ക് ചെയ്യുന്നതാണ്. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഞാൻ ഈ പറയുന്നത്. ഇപ്പൊ പെർപെച്വലും കണ്ടിന്യൂസും നിങ്ങൾക്ക് സെയിം ആയിട്ട് തോന്നും. പക്ഷെ പെർപെച്വലിൽ നമ്മൾ ബുക്കിലോട്ട് എൻറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ ഒരു ഫിസിക്കൽ വെരിഫിക്കേഷൻ നമ്മൾ നോക്കി കണ്ട് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ കണ്ടിന്യൂസിൽ നമ്മൾ ഓൾറെഡി എൻറ്റർ ചെയ്തത് നമ്മൾ ഫിസിക്കലി നമ്മൾ ഉണ്ടോ എന്നുള്ളത് കണ്ട് ഒരു നിശ്ചിത ഇടവേളകളിൽ ചെക്ക് ചെയ്യാണ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ പെർപെച്വൽ ഇൻവെന്ററിയിൽ എന്താ പറയുന്നത്, സ്റ്റോറിലുള്ള ഒരാൾ തന്നെയായിരിക്കും ഇത് ചെയ്യുന്നത്. ഇതിനായിട്ട് പ്രത്യേക ആളെ ആരെയും നമുക്ക് എന്ത് ചെയ്യുന്നില്ല, സെലക്ട് ചെയ്യുന്നില്ല. പക്ഷെ കണ്ടിന്യൂസ് സ്റ്റോക്ക് ടേക്കിങ്ങിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ എന്ത് ചെയ്യും, ഇതിനായിട്ട് സെലക്ട് ചെയ്യും. അവരായിരിക്കും ഈ ഒരു കാര്യം ചെയ്യുന്നത്. അപ്പൊ ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ പെർപെച്വലും കണ്ടിന്യൂസും ഒക്കെ ക്ലിയർ ആവുന്നുണ്ടോ? പീരിയോഡിക് ഇൻവെന്ററി സിസ്റ്റം, ഇതൊക്കെ പേര് കേൾക്കുമ്പോൾ ഞാൻ കേട്ടിട്ടില്ല, എനിക്കറിയില്ല എന്ന് ചിന്തിക്കരുത്. അതുകൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞത്. അപ്പൊ ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ സ്റ്റോക്ക് ടേക്കിംഗ് ഏതൊക്കെയുണ്ട്? പീരിയോഡിക് ഉണ്ട്, പെർപെച്വൽ ഉണ്ട്, കണ്ടിന്യൂസ് ഉണ്ട്. അപ്പൊ ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കണം. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഞാൻ ഇവിടെ ഒരു ലാസ്റ്റ് ഇപ്പൊ ഞാനൊരു നമ്പർ സ്ക്രീനിൽ കൊടുത്തേക്കാം. അപ്പൊ ആ നമ്പറിൽ നിങ്ങൾ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഞാനിപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ അക്കൗണ്ടന്റ് എക്സാമിന് വേണ്ടിയിട്ട്. അപ്പോൾ താല്പര്യമുള്ളവർ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കേട്ടോ. പ്രത്യേകിച്ച് നമുക്ക് അതിൽ PDF നോട്ട്സ് തരാനോ അങ്ങനെയൊന്നും അല്ല. നിങ്ങൾക്ക് സമയമുള്ള പോലെ വേറെ ഏതെങ്കിലും അക്കൗണ്ടിങ്ങിന്റെ വേറെ എന്തെങ്കിലും ടോപ്പിക്സോ അക്കൗണ്ടിങ്ങോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സബ്ജക്ട്സിന്റെ ടോപ്പിക്സോ എന്തെങ്കിലുമൊക്കെ നമുക്ക് പഠിക്കാനുള്ളതൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാനും നിങ്ങൾക്ക് തരാനും ഒക്കെ വേണ്ടിയിട്ടാണ്. അല്ലാതെ പ്യൂർലി നോട്ട്സ് തരാൻ വേണ്ടിയിട്ട് ഫോം ചെയ്ത ഗ്രൂപ്പ് ഒന്നുമല്ല. പിന്നെ എന്തെങ്കിലും പ്രോബ്ലം ഒക്കെ തരുവാണെന്നുണ്ടെങ്കിൽ അതിന്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഗ്രൂപ്പ് ഉപയോഗിക്കാം. ഓക്കെ. അപ്പൊ എന്തായാലും താല്പര്യമുള്ളവർ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഫ്രീ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്, ഒരു പേയ്മെന്റ് ഒന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു.